ലോകത്തുള്ള സർവ മനുഷ്യരും അല്ലാഹുവിന്റെ മുന്നിൽ നിറഞ്ഞിലച്ചു നിൽക്കുന്ന ഘട്ടമല്ലേ എല്ലാ അമ്പിയാക്കളും ഭയവിഹ്വലരാണ്, പേടിച്ചിട്ടാണ് ഞങ്ങളെയും രക്ഷിക്കണമെന്ന് ജനങ്ങൾ വന്നുകൊണ്ട് മഹാനായ ആദം നബി അലൈഹിസ്സലാമിനോട് ചോദിക്കുമ്പോ ഞാനതിന് അർഹനല്ല അലൈക്കും ബിനോ നിങ്ങൾ ശരീഅത്ത് കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട നൂഹിലേക്ക് പോകണേ എന്ന് പറഞ്ഞുകൊണ്ട് ആദം നബി പോലും കഴിയുന്നതാകുന്ന മഹ്ശറയാണ്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോ അദ്ദേഹം പറയുകയാണ് ലസ്തു ലഹാ അഹ്ലുൻ, ഞാനതിന് അർഹനല്ല അലൈക്കും ബി ഇബ്രാഹീം, അല്ലാഹുവിന്റെ ഉറ്റ ചങ്ങാതിയായ ഖലീലുള്ളായ ഇബ്രാഹിമിലേക്ക് പോകണേ മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് രക്ഷ അവിടെയാണ്. അവിടെ ഓടുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുകയാണ് ലസ്തു ലഹാ അഹ്ലുൻ, ഞാനതിന് അർഹനല്ല എന്റെ കയ്യിൽ ശഫാഅത്തില്ല. നിങ്ങൾ പോകേണ്ടത് മൂസയിലേക്കാണ്, മൂസാ നബിയിലേക്കാണ്. അലൈക്കും ബി മൂസ, അല്ലാഹുവിന്റെ കലീമാണ്. 136 പ്രാവശ്യം ഖുർആനിൽ പേര് പറഞ്ഞ പ്രവാചകനല്ലേ അലൈക്കും ബി മൂസ. മൂസയുടെ അടുക്കലേക്ക് ജനങ്ങൾ ചെല്ലുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം പറയുകയാണ് ലസ്തു ലഹാ അഹ്ലുൻ, ഞാനതിന് അർഹനല്ല അലൈക്കും ബി ഈസാ, റൂഹുള്ളയാണ്, അല്ലാഹുവിന്റെ കലിമത്താണ്. റൂഹുല്ലാഹി വ കലിമതുഹു, കുന്നെന്ന വാക്കിലൂടെ ലോകത്തിന് അല്ലാഹു സമ്മാനിച്ച മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ പൊന്നുമോനാണ്. ഈസാ നബിയിലേക്ക് ലോക ജനത മുഴുവനും ഓടുകയാണ്. ഈസാ നബി അലൈഹിസ്സലാം പറയും ലസ്തു ലഹാ അഹ്ലുൻ, ഞാനതിന് അർഹനല്ല. നിങ്ങൾ പോകേണ്ടത് ഒരാളിലേക്കാണ്, ഒരു വ്യക്തി മാത്രമാണ് നിങ്ങളെ സംരക്ഷിക്കാനുള്ളത്. ആ വ്യക്തിയുടെ പേരാണ് മുഹമ്മദ്. കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതരങ്ങള് മദീനയിലേക്ക് മാടി വിളിച്ചതായ ഹബീബ് മുഹമ്മദ് മുസ്തഫ.